പെണ്ണുകേസുകൾ കൊണ്ട് വോട്ട് തേടാം എന്ന പഴയ ഡബിൾ എഞ്ചിൻ തന്ത്രം ഇത്തവണ ഇടതുപക്ഷത്തെ തോൽപ്പിച്ചു കളഞ്ഞു. അതിനു മുൻപേ മെസ്സി അവരെ തോൽപ്പിച്ചു, പിന്നീട് ദിലീപും അവരെ തോൽപ്പിച്ചു. എല്ലാത്തിനുമപ്പുറം അയ്യപ്പന്റെ രൂപത്തിൽ കേരള ജനതയും ഇടതുപക്ഷത്തെ തോൽപ്പിച്ചു. കേരളത്തിന്റെ ഇനിയുള്ള ഭാവി നിശ്ചയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത്. ത്രിതല പഞ്ചായത്ത്, നഗരസഭകൾ, കോർപ്പറേഷനുകൾ എല്ലാം ജനവിധി വന്നു. ഇനി വരാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിന്റെ പൈലറ്റാണ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ്. ഇടതും വലതും പരമാവധി വിയർപ്പൊഴുക്കുവാൻ മുന്നണികൾ കച്ചകെട്ടി ഇറങ്ങിയ തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത്. ആധികാരികമായി പറഞ്ഞാൽ കഴിഞ്ഞ എല്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളേക്കാൾ കൂടുതൽ അധ്വാനിച്ചത് UDF ആയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കൊടിയേരിയുടെ അഭാവം LDFന് മറ്റൊരു കപ്പിത്താനെ നഷ്ടപ്പെട്ടു എന്ന തോന്നൽ ശരിവെക്കുന്നതായിരുന്നു വന്ന റിസൾട്ടും. തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ആദ്യമായി UDF സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചു എന്നതും നേതാക്കന്മാർക്ക് അവരവരുടെ മേച്ചിൽ മേഖലകൾ കൃത്യമായി ഏൽപ്പിച്ചു കൊടുത്തു എന്നതിലും വിജയം ആളിപ്പടരുവാൻ ഒരു കാരണമായി. കൂടാതെ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റി എന്ന ഗാനം അണികളിൽ ഉയർത്തിയ ആവേശം വീട്ടമ്മമാരിലും നാട്ടിലെ സാധാരണക്കാരിലും ഏറ്റവും പുതിയ ട്രെൻഡിന് അനുകൂലവുമായി. പെണ്ണ് വിഷയം മറികടക്കുവാൻ അയ്യപ്പൻ സഹായിച്ചു എന്ന് വേണം കരുതുവാൻ. പെണ്ണ് വിഷയം ആദ്യം വന്നപ്പോൾ UDF അണികളിൽ ലേശം മനപ്രയാസം ഉണ്ടാക്കിയിരുന്നു എങ്കിലും രണ്ടാമത് അതിറക്കിയപ്പോൾ അണികൾ കൂടുതൽ വാശിയിലായി എന്നതാണ് നഗ്ന സത്യം. LDFനെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇക്കഴിഞ്ഞ 15 കൊല്ലങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്ന തൃശൂരിലെ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിൽ പോലും മുൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റിനും എതിരെയും വിമതന്മാർ മത്സരിച്ചു എന്നത് ദുഃഖകരമായ സാഹചര്യമാണ്. ഇക്കാലം അത്രയും വിമതന്മാരെ കൊണ്ട് പുറതിമുട്ടിയിരുന്ന UDF ഇത്തവണ അതിരപ്പള്ളി പോലുള്ള സ്ഥലങ്ങൾ ഒഴിച്ചാൽ വളരെ മനസമാധാനത്തോടെയും ലാഘവത്തോടെയുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇനിയും ഭരണമില്ലെങ്കിൽ ട്രൗസർ കീറും എന്ന തിരിച്ചറിവാണ് ഒരു കാരണമായി. കേരളത്തിന്റെ ചരിത്രത്തിൽ പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളിൽ എന്നും ഒരു ഇടത് ചായ്വ് ആണ് ഇതുവരെ കണ്ടുവന്നിരുന്നത്. 1990 ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ ഒരു സമ്പൂർണ്ണ ഇടതുകാറ്റാണ് വീശിയതും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടത് ബുദ്ധിജീവികൾ 4 കൊല്ലത്തിൽ ഭരണം പിരിച്ചുവിട്ട് അസംബ്ലി തിരഞ്ഞെടുപ്പ് നേരത്തെ പ്രഖ്യാപിച്ചതും. 8 നിലകളിൽ കരുണാകരൻ അവരെ പൊട്ടിക്കുകയും ചെയ്തു. ചരിത്രപരമായ മണ്ടത്തരമെന്ന് ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തിയ ആ സംഭവത്തിന്റെ വിഷമം തീർക്കുവാനാണ് അവർ ആ കരുണാകരന്റെ മേൽ ചാരക്കേസ് മുദ്രകുത്തി കണ്ണീരോടെ ഇറക്കി വിടുകയും ചെയ്തത്. കരുണാകരനെതിരെ തക്കം പാർത്തിരുന്ന മാനുവൽ സൺസ് ലോബി കോൺഗ്രസിലെ ഒരു പ്രത്യേക വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ ഓപ്പറേഷന് പിന്തുണയും നൽകി. പിന്നീട് കുറെ കാലങ്ങളിൽ പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടത്താതെ കരുണാകരനും ശ്രമിച്ചു. അത് കഴിഞ്ഞ് 2010 ഒരൊറ്റ തവണ കേരളത്തിലെ 71% പഞ്ചായത്തുകളും 80% നഗരസഭകളും 2 കോർപ്പറേഷനുകളും പിടിച്ചടക്കിക്കൊണ്ട് UDF കളം സ്വന്തമാക്കി. VS പിണറായി തർക്കങ്ങളും BJPയുടെ മുന്നേറ്റങ്ങളും എല്ലാം കൂടി ഇടതിന് കേരളത്തിൽ പ്രസക്തി നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിയ കുഞ്ഞാലിക്കുട്ടി അത് കഴിഞ്ഞു നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 2015 കോൺഗ്രസുമായി സൗഹൃദ മത്സരം ഒരുക്കിക്കൊണ്ട് ഇടതിന് കേരളത്തിൽ സ്ഥാനം നഷ്ടപ്പെടുത്താതെ സഹായിച്ചു. ആ താപ്പിൽ LDF 2016 ഭരണവും പിടിച്ചു. 2020 കോവിഡും അതിന്റെ പേരിലെ കിറ്റ് വിതരണവും പെൻഷനും പ്രളയവും എല്ലാം ചേർന്ന് LDF UDFനെ മലർത്തിയടിച്ചു. പെണ്ണ് വിഷയത്തിൽ മുഖ്യമന്ത്രി അത്രയും താഴോട്ട് പോകരുതായിരുന്നു എന്നാണ് ഇടതു അനുകൂലികൾ പറയുന്നത്. ചുറ്റിലും പെണ്ണ് വിഷയക്കാരെ കൊണ്ട് നടന്നുകൊണ്ട് വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെയായി എന്നാണ് UDFക്കാർ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. മലബാറിലെയും മധ്യ കേരളത്തിലെയും മാപ്പിള സഖാക്കളിൽ 80% പാർട്ടിയെ കൈവിട്ടുകൊണ്ടിരിക്കുന്നു എന്ന സത്യം LDFും മനസ്സിലാക്കിയിരിക്കുന്നു. അതുതന്നെയായിരിക്കാം വിജയരാഘവനെ പോലുള്ള നേതാക്കന്മാരെ കളത്തിൽ ഇറക്കാതിരുന്നത്. അഴിമതി കാര്യത്തിൽ ജനം കല്ലെറിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മംദാനി വരെ ആരാധിച്ചിരുന്ന തലസ്ഥാനത്തെ പ്രായം കുറഞ്ഞ മേയറെ കെട്ടിയോന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് അവരെയും മുന്നിൽ നിർത്താതിരുന്നിട്ടും പരാജയം സംഭവിച്ചു. LDF ഇത്തവണ ഇലക്ഷൻ മാനേജ്മെന്റിൽ ഒട്ടേറെ പിറകിലായിരുന്നു എന്നാണ് അണികളുടെ വേദന. അത് സോഷ്യൽ മീഡിയയിൽ ആയാലും ഹൈവേകളിലെ കട്ടൌട്ടുകളിലായാലും മുഴുവൻ പേജ് പരസ്യങ്ങളിലും ആയാലും പിണറായിയുടെ തല വെച്ചുള്ള പ്രചാരണം വരെ അണികൾ മതിയാക്കിയിരുന്നു. സ്ഥാനാർത്ഥികൾ വ്യത്യസ്ത ചിഹ്നങ്ങളും നിറങ്ങളും ഉപയോഗിച്ചു എന്നതും കാണാതെ പോകരുതല്ലോ. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒട്ടേറെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയവരും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ റീൽസ് പോസ്റ്റ് ചെയ്യുവാൻ മാത്രമാകരുതല്ലോ. കൂടാതെ ഇപ്പോഴത്തെ LDF ഉപദേശകർ എന്ന് സ്വയം വീമ്പിളക്കുന്ന മുൻ ചാനൽ മേധാവിയും ഇപ്പോഴത്തെ ചില ചാനൽ മേധാവികളും അവരെ കൊണ്ടായ രീതിയിൽ പെണ്ണുകേസുകൾ കേരളത്തിൽ കുത്തി നിറക്കാൻ ശ്രമിച്ചുവെങ്കിലും ആദ്യം മെസ്സി അവരെ തോൽപ്പിച്ചു, പിന്നീട് ദിലീപും അവരെ തോൽപ്പിച്ചു, അവസാനം കേരള ജനതയും അവരെ തോൽപ്പിച്ചു എന്നാണ് അയ്യപ്പന്റെ ഭാഷ്യം. ഇനി പെൻഷൻ പോലുള്ള മാജിക്കുകളിൽ വോട്ടർമാർ വഴുതി വീണുകൊണ്ട് അടുത്ത നിയമസഭയിൽ LDFനെ വീണ്ടും സഹായിക്കുമോ എന്നൊന്നും നമുക്ക് പറയാനാകില്ല. ഇത്തവണ ചിഹ്നം മാറ്റി കുത്തിയെന്ന സമാധാനത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിനുള്ള പെണ്ണുകേസുകൾ തപ്പിക്കൊണ്ടിരിക്കാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കാര്യങ്ങൾ ഇടപെടൽ നടത്തിയാൽ LDFയെ പിടിച്ചു നിൽക്കാനെങ്കിലും കഴിയും.